ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന 2026 വേൾഡ് കപ്പിലേക്ക് ബ്രസീലിന്റെ സ്ക്വാഡിനെ കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നുപോയ കുറെ സംഭവങ്ങളെ കുറിച്ചാണ്. എന്താ പറയാ, ഇത്രയും സങ്കീർണത നിറഞ്ഞതും അതേപോലെ ആകാംക്ഷാഭരിതമായ ഒരു വേൾഡ് കപ്പ്, ഒരു ടീമിന്റെ വേൾഡ് കപ്പ് സ്കോർ നിർണയം ഇതിന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാല്, കാർലോ അഞ്ചലോട്ടി പറയുന്ന ബ്രസീലിന്റെ കോച്ചായിട്ട് ആള് റയൽ മഡ്രിഡിന് വന്ന ശേഷം ഒരു മത്സരം പോലും, അല്ലെങ്കിൽ ആളുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലോ അല്ലെങ്കിൽ ആളുടെ ഒരു സ്ക്വാഡിൽ വരെ എത്താത്ത നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന ബ്രസീലുകാരുടെ സുൽത്താൻ ഈ വേൾഡ് കപ്പിന് ഉണ്ടാവുമെന്നുള്ള ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ആ പത്രസമ്മേളനത്തിന് വന്നിട്ട് അവസാനമായിട്ട് ഇങ്ങനെ നെയ്മർ ജൂനിയർ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോണ്ടല്ലോ, എന്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഞാനൊരു ബ്രസീൽ ഫാൻസ് ഒന്നുമല്ല, പക്ഷെ കോരിത്തരിച്ചു പോയി ആ ഒരു ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട്. ബ്രസീലിന് നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന ആ സുൽത്താൻ ഇല്ലാതെ പിന്നെ എന്ത് സ്കോഡ്, എന്ത് ബ്രസീൽ, എന്ത് വേൾഡ് കപ്പ് ചിന്തിക്കുന്ന ആൾക്കാരാണ് ബ്രസീൽ ഫാൻസ്. ഒരു ഇതുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നേരിട്ട് അറിയാവുന്നവരോട് ബ്രസീലിന് നെയ്മർ ജൂനിയർ അല്ലെങ്കിൽ ഞാൻ വേൾഡ് കപ്പ് കാണുന്നില്ല, ബ്രസീലിന്റെ കളി കാണുന്നില്ല എന്ന് പറഞ്ഞ ബ്രസീൽ ഫാൻസുകാരുണ്ട്. എന്താ പറയാ, വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ, ഇപ്പോൾ അർജന്റീനയുടെയും സ്പെയിൻ്റെ ഇങ്ങനെ ഒരുപാട് സ്കോഡ് പ്രഖ്യാപിക്കും, പക്ഷെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു സ്കോഡ് ബ്രസീലിന്റെ തന്നെയാണ്. അതിൽ ഒരൊറ്റ റീസണേ ഉള്ളൂ, നെയ്മർ ജൂനിയർ ഉണ്ടാവോ ഇല്ലെന്ന്. ഉണ്ടാവും എന്നുള്ള ഒരു 99% ആൾക്കാർക്ക് അറിയാൻ ഉണ്ടാവുന്നു. പക്ഷെ കാർലോ അഞ്ചലോട്ടി ഇത്ര നാളും ആ ഒരു സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിയത് അതിന്റെ പീക്ക് ആ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കളിക്ക് പോലും, ഒരു സ്ക്വാഡിൽ പോലും, അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് ലിപ്സിൽ പോലും, ഒരു ഫ്രണ്ട്ലി മാച്ചിന് പോലും ചങ്ങായിനെ ഇതുവരെ സ്ക്വാഡിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതിന്റെ തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. സാന്റോസിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റി ആള് ഗ്രൗണ്ടിൽ പുറത്ത് പോവാണ്. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ പ്ലെയർ വെക്കണം, അത് നെയ്മർക്ക് പകരമാവാണ്. റഫറിയോട് തർക്കിക്കലും ആ ഒരു ഈ സബ്സ്റ്റിറ്റ്യൂട്ടുള്ള കാർഡുകളൊക്കെ എടുത്ത് കാണിക്കലും, അങ്ങനെ എന്താ പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ള അവസരമാണ്, അവസരമാണ്. പിന്നെ ടീമിന് എടുത്തോ ഇല്ലയോ എന്നുള്ള വിഷയമല്ലല്ലോ, സാന്റോസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുള്ള ഒരു അവസരമായിരുന്നു. അത് വേൾഡ് കപ്പിലേക്കുള്ള ഒരു പാതയാവും, അല്ലെങ്കിൽ ആ ഒരു പാത അടയാനുള്ള വഴികളെല്ലാം ഉണ്ടെന്നറിയാം. ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഒരു വിവാദങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും ഒന്ന്, എന്താ പറയാ, ബ്രസീൽ ഫാൻസ് എല്ലാവരും ഒന്ന് ആ ഒരു, എന്താ പറയാ, അത് പറയാൻ വാക്കുകളില്ല, അങ്ങനത്തെ ഒരു നിമിഷങ്ങളിലൂടെ കടന്നുപോയതാണ്. പക്ഷെ എല്ലാത്തെയും മറന്നുകൊണ്ട് ആ ഒരു മൂവ്മെന്റ് ഇങ്ങനെ ഫസ്റ്റ് മുതൽ ഗോൾ കീപ്പർ മുതൽ ഡിഫൻഡർമാർ മുതൽ മിഡ്ഫീൽഡർമാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊന്നും കേൾക്കാനല്ല ഒരു ഫാൻസും ആ ടി വിക്ക് മുന്നിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ലൈവായിട്ടിരുന്ന് കണ്ടത്. അവസാനത്തെ ആ ഒരു അറ്റാക്ക്, ആ 26 അംഗ സ്ക്വാഡ്, ആ 26ാമത്തെ ആളെ വിളിക്കുമ്പോൾ ആ അവസാനത്തെ ആള് നെയ്മർ ജൂനിയർ എന്നായിരിക്കണം എന്ന് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ടെന്ന്. ആ ആഗ്രഹം പോലെ തന്നെയായി 26ാമത്തെ നമ്പറായിട്ട് 26ാമത്തെ സ്ക്വാഡിൽ. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. 26 പേരിൽ ആൾക്ക് ഉൾക്കൊള്ളിക്കാനുള്ള, അത് വെളിയിൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. കാർലോ അഞ്ചലോട്ടി സോറി പറയുന്നത് ജോ പെട്രോ പോലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ എന്താന്ന് പറഞ്ഞാൽ 26 പേരാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഈ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത്. നമുക്ക് അപ്പോൾ ഇവരുടെ സ്ക്വാഡിലേക്ക് ഒന്ന് കടന്നു നോക്കാം. സ്ക്വാഡിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. കാർലോ അഞ്ചലോട്ടിയുടെ 2026 ബ്രസീൽ സ്ക്വാഡിലേക്ക് ഇടം പിടിച്ചവരുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഗോൾ കീപ്പറായിട്ട് നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം. അലിസൺ ബക്കറാണ് ലിവർപൂളിന് വേണ്ടിയിട്ട് മിന്നു ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് ചെറിയ പരിക്കുകളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഒന്നാം ഗോൾ കീപ്പറായിട്ട്. രണ്ടാം ഗോൾ കീപ്പറായിട്ട് എൻഡേഴ്സൺ ആണ് വരുന്നത്. എൻഡേഴ്സൺ അറിയാലോ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പഴയ താരമാണ്. ആള് മിന്നു ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാം ഗോൾ കീപ്പറായിട്ട് വിവേർട്ടൻ ആണ്, ഗ്രിമിയോന്റെ ഗോൾ കീപ്പറാണ്. നമുക്ക് ഗോൾ കീപ്പർമാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫൻഡർമാരിലേക്ക് വരികയാണെങ്കിൽ റോമയുടെ വെസ്ലി ആണ് ഒന്നാം ആയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് മാർക്കിനസ് ആണ്, PSG വേണ്ടി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കിനസ് ആണ്. പിന്നെ ഡാനിലോ ഫ്ലെമിങ്ങോ എനിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ്. അലക്സാൻഡ്രോ ആള് കളിക്കുന്നത് ഫ്ലെമിങ്ങോയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്തത് ഗബ്രിയൽ ഉണ്ട്, ആഴ്സണലിന് വേണ്ടിയിട്ട് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങായി. ഈ സീസണിൽ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ മത്സരങ്ങളെ ബാക്കിയുള്ളൂ. ആഴ്സണലിന്റെ സ്വപ്നമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അവരുടെ കിട്ടാക്കനിയായ ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അൽ അഹ്ലിയിൽ കളിക്കുന്ന ഇബ്നീസ്, അതേപോലെ തന്നെ പെരേര, ഫ്ലെമിംഗോയിൽ തന്നെ കളിക്കുന്ന പെരേരയുണ്ട്. അതേപോലെ തന്നെ സാന്റോസ് ഉണ്ട് സെനിറ്റിൽ കളിക്കുന്നത്. അതേപോലെ തന്നെ ബ്രിമ്മർ, ജുവന്റസിന് വേണ്ടി കളിക്കുന്ന ബ്രിമ്മർ ഉണ്ട്. മിഡ്ഫീൽഡർമാർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കാലത്തെയും, എന്താ പറയാ, ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാസിമിറോ ഈ സീസണോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണ്.
പക്ഷേ ബ്രസീലിന്റെ സ്ക്വാഡിൽ അനിവാര്യമായ ഒരു പ്ലെയർ തന്നെയാണ് കാസിമിറോ ആണ്. അതേപോലെ പെക്കറ്റി ആണ്, ഫ്ലെമിംഗോയ്ക്ക് വേണ്ടിയിട്ട് പെക്കറ്റി ആണ് അടുത്തൊരു മിഡ്ഫീൽഡർ ആയിട്ടുള്ളത്. ഇമാരസ് ഉണ്ട് ന്യൂകാസലിന്റെ, അതേപോലെ തന്നെ അൽ ഇത്തിഹാദിന്റെ ഫെബീനിയോ ഉണ്ട്, അതേപോലെ തന്നെ ബോട്ടഫോഗിന്റെ ഡാനിലോ ഉണ്ട് കളിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലെമിംഗോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് നമ്മുടെ അഞ്ചലോട്ടി എന്താ പറയാ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അറ്റാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ സാന്റോസിൽ നിന്ന് നെയ്മർ ജൂനിയർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലൂയിസ് ഹെൻറിക് ഉണ്ട് സെനിറ്റ് എന്ന്, അതേപോലെ തന്നെ റയാൻ ഉണ്ട് ബോൺമൗത്ത് നിന്ന്, വിനീഷ്യസ് ജൂനിയർ റയൽ മഡ്രിഡ് നിന്ന്, റഫീനിയ ബാഴ്സലോണ നിന്ന് റഫീനിയ ഉണ്ട്, മാർട്ടിനലിന്റെ ആഴ്സണലിൽ നിന്ന്, അതേപോലെ തന്നെ മാത്യു കുഞ്ഞുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ നോക്കി കഴിഞ്ഞാൽ മിന്നും പ്രകടനമാണ്. ആള് അവരുടെ കീഴിൽ നമ്മുടെ മൈക്കിൾ കാരിക്കിന്റെ കീഴിൽ ഇന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എൻട്രിക് ഉണ്ട് ലയോണിൽ നിന്ന്. എൻട്രിക് റയൽ മഡ്രിഡിൽ നിന്ന് പോയിട്ട് അവിടെ നല്ല ഗോൾ അടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഈ എൻട്രിക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജാവോ പെഡ്രോയ്ക്ക് ഈ ഒരു ടീമിൽ ഇടം പറ്റാതെ. എന്താ പറഞ്ഞാല് ജാവോ പെഡ്രോയേക്കാൾ ഒരു പിട്ടി മുന്നിലാണ് എൻട്രിക്ക് നിൽക്കുന്നത്. അതും ബ്രസീൽ കുപ്പായത്തിൽ ആള് തിളങ്ങുന്നു. അതേപോലെ തിയാഗോ ഉണ്ട് ബെൻഫോർഡിൽ നിന്ന്. ഇതാണ് 2026 വേൾഡ് കപ്പിനായിട്ട് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച ഒരു സ്ക്വാഡ്. ഇതിൽ കുറെ പേര് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുറെ പ്ലേയേഴ്സ് ഇല്ലാതിരിക്കാം, പക്ഷെ നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന ചങ്ങായി 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ സ്ക്വാഡിൽ എത്തിയിരിക്കുന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പോ ഈ ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ ബ്രസീൽ ഫാൻസ് കാണാൻ ആഗ്രഹിക്കുന്നു, ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നു. അത് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. പക്ഷെ ഒരുപാട് ടീമുകളുണ്ട്, ഫ്രാൻസ്, പോർച്ചുഗൽ, അർജന്റീന, നെതർലാൻഡ്, അങ്ങനെ ഒരുപാട് ടീമുകൾ പിന്നെ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്മർ വന്നതോടുകൂടി എന്തായാലും ബ്രസീൽ സ്ക്വാഡിന് ഒരു ഊർജ്ജം കൂടി, എന്താണ് ഒരു പോസിറ്റീവായിട്ട്. നെയ്മർ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നനഞ്ഞ പടക്കം പോലെയാണ് ബ്രസീൽ ടീം എന്ന് അറിയാം. എന്താണ് ഫാൻ ബേസ് ആയിക്കോട്ടെ, അതേപോലെ കളിയിലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ബ്രസീലിന് എത്രമാത്രം കഴിയുമെന്ന് നമുക്ക് ഇതിന് മുമ്പുള്ള കളികൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അഞ്ചലോട്ടിക്ക് അത് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അഞ്ചലോട്ടി അവസാനമായിട്ട് ഈ ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് നിർത്തിയത്. റഫീന ഉണ്ട്, അങ്ങനെ എന്താ പറയാ അത്യാവശ്യം ഒരു നല്ല സ്കോർ ഡെപ്തും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലാണ് പിന്നെയും ബ്രസീലിന് ഇപ്പോഴും അലട്ടുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ അവരതൊക്കെ മറികടന്ന് വേൾഡ് കപ്പിൽ 6ാം വേൾഡ് കപ്പിൽ ചുംബിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുകൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.